ഓക്കെ, സോ ഈ ലുക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ? സോ എങ്ങനെയുണ്ട് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. സോ ഇതാണ് വിവോയുടെ വൺ ഓഫ് ദ മോസ്റ്റ് വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ. അതായത് കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം ഫോണുകളുടെ പെർഫോമൻസ് തരുന്ന ഡയമൻസിറ്റി 9200 പ്ലസ് ചിപ്സെറ്റ് ആണ് വിവോ ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്നത്. എന്നാൽ ചിപ്സെറ്റ് മാത്രം അറിഞ്ഞാൽ മതിയോ? വേറെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഇല്ല, അതെല്ലാം അറിയണ്ടേ? എല്ലാം ഞാൻ ഷെയർ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ഈ പുത്തൻ വിവോ T3 അൾട്രയുടെ ബാക്കിലുള്ള ഈ വലിയ ഓവൽ ഷേപ്പ് ഉള്ള ക്യാമറ മോഡ്യൂൾ ആണെങ്കിലും നല്ല മാറ്റ് ഫിനിഷിൽ വരുന്ന ഈ ഒരു ഗ്ലാസ് ബാക്ക് ആണെങ്കിലും തീർച്ചയായിട്ടും വിവോ V40 സീരീസിന്റെ ഡിസൈനിന്റെ ഒരു ചായ കാച്ചിലുണ്ട്. ചുറ്റുമുള്ള ഫ്രെയിം പ്ലാസ്റ്റിക്കിന്റേതാണ്. എന്നാൽ ഇത് കണ്ടില്ലേ, എങ്ങനെയാണെന്ന് അറിയില്ല, വിവോ ഇത്തരത്തിലുള്ള സ്ലിം ഫോം ഫാക്ടറിലും 5500 mAh വലിയ ബാറ്ററി ഫിറ്റ് ചെയ്ത് തരാറുണ്ട്. ആക്ച്വലി നമ്മൾ ഇതിന് മുൻപും വിവോയുടെ മറ്റു ഫോൺസിൽ ഇത് കണ്ടിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ബാറ്ററി ബാക്കപ്പ് ഓക്കെ ആയിട്ട് തോന്നി. 1 day ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട്. പിന്നെ ബോക്സിൽ ഫോൺ, TPU കേസ്, ഡോക്യുമെന്റ്സിന്റെ കൂടെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ്. ഈ ഫോൺ NFC സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ IP68 റേറ്റിംഗ് ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ വിവോ ഫോൺസിന്റെ ഒരു ട്രേഡ് മാർക്ക് ഇൻ ഹാൻഡ് ഫീൽ ഉണ്ടല്ലോ. അതായത് അത്യാവശ്യം നല്ല നീളമുള്ള അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ള ഫോൺ ആയിരിക്കും. എന്നാൽ സ്ലിമ്മും ലൈറ്റ് വെയിറ്റും ആയതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. അതേ രീതിയിൽ വിവോയുടെ മറ്റൊരു ട്രേഡ് മാർക്ക് ഫീച്ചറായി മാറിയിരിക്കുകയാണ് ഈ കാണുന്ന 3D കർവ് ഡിസ്പ്ലേ. നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ള 10-bit AMOLED ഡിസ്പ്ലേ ആണ്. ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ഒക്കെ മിക്ക എല്ലാ ആപ്ലിക്കേഷൻസിലും വിവോ നല്ലോണം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നീട് അപ്ഡേറ്റിലൂടെ തരുമായിരിക്കും. പിന്നെ ഇതാ കണ്ടില്ലേ, 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും 1200 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോഴും ഡിസ്പ്ലേ ഒക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണുകൾക്ക് അത്രയും നല്ലതല്ലാത്ത ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ആണെങ്കിലും ലോ ബ്രൈറ്റ്നസിൽ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഫ്ലിക്കർ ആണെങ്കിലും ഇതെല്ലാം കുറവാണ് എന്ന് പറഞ്ഞിട്ടുള്ള SGS സർട്ടിഫിക്കേഷൻ ഇതിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലോണം പെർഫോം ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 15 ലക്ഷത്തിന് മേളിലുള്ള AnTuTu സ്കോർ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, AnTuTu സ്കോർ എന്ന് പറയുമ്പോൾ ഒരു ഫോണിന്റെ ഓവറോൾ പെർഫോമൻസ് ആണ് കാണിച്ചു തരുന്നത്. ഈ 15 lakh പ്ലസ് സ്കോർ ഉണ്ടല്ലോ, ഇത് ബേസിക്കലി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ വിവോയുടെ ഒരു ഫോൺ ആയതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തായാലും റാം സ്റ്റോറേജ് വേരിയന്റ് എന്തായാലും ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ലെവലായിരിക്കും. അല്ല, LPDDR5X റാം ആൻഡ് UFS 3.1 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു കാര്യം എന്തായാലും ഷുവർ ആണ്, പെർഫോമൻസ് ആണ് ഈ ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ്. അത് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഈവൻ ഗെയിമിംഗ് ചെയ്യുമ്പോഴും അത് BGMI ആണെങ്കിലും COD ആണെങ്കിലും അല്ലെങ്കിൽ ഗെൻഷൻ ഇമ്പാക്ട് പോലുള്ള ഹെവി ഗെയിംസ് ആണെങ്കിലും അത്യാവശ്യം നല്ലോണം തന്നെ ഈ പറഞ്ഞ ഗെയിംസ് ഒക്കെ ഈ ഫോണിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു സ്ലിം ഫോം ഫാക്ടർ ഉള്ളതുകൊണ്ട് ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആവാൻ സാധ്യതയുണ്ട് എന്നൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് 3 തവണ അടുപ്പിച്ച് റൺ ചെയ്ത് നോക്കി. എന്നിട്ടും മാക്സിമം 40 ഡിഗ്രി വരെ എത്തുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് വെരി നൈസ്. സോ വിവോ ഈ ഫോണിൽ ഹീറ്റ് മാനേജ്മെന്റ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പ്ലസ് 3 തവണ അടുപ്പിച്ച് ത്രോട്ട്ലിംഗ് ടെസ്റ്റ് റൺ ചെയ്തിട്ട് 3 തവണയും ഇതാണ്ടില്ലേ പച്ച ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല സ്റ്റേബിൾ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. പിന്നെ ഞാൻ ഓൾറെഡി മറ്റൊരു വിവോ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ബഡ്ജറ്റ് ആൻഡ് മിഡ് റേഞ്ച് പ്രൈസ് റേഞ്ചിൽ വിവോ ഫോൺസ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഇതിന്റെ മാർക്കറ്റിൽ കയറിയിട്ട് വേറെ എങ്ങും പോകാതെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡിസേബിൾ ചെയ്യണം. പിന്നെ കൂടെ വരുന്ന ഈ കാണുന്ന ബ്ലോട്ട് ഫേസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണം. ആൻഡ് ചറപറ നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഈ ആപ്പ് സ്റ്റോറിന്റെയും ഈ ബ്രൗസറിന്റെയും നോട്ടിഫിക്കേഷൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടും. Android 14 ആണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ഫണ്ടോ ചോയ്സും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഈ ഫോൺ വെച്ച് എടുത്തിരിക്കുന്ന ചില ഫോട്ടോ സാമ്പിൾസ്. ഒക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. ഇതിലുള്ള 50 മെഗാ പിക്സലിലെ സോണി IMX921 ക്യാമറ നല്ല ഡീറ്റെയിൽസ് ഉള്ള വാം ടോൺ ഉള്ള ഫോട്ടോസ് ആണ് തരുന്നത്. അതായത് ടിപ്പിക്കൽ വിവോയുടെ ഫോട്ടോസ്. ഒക്കെ ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ സ്കിൻ ടോൺ ആണെങ്കിലും കളർ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം നൈസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, ഈ കാണുന്ന നാച്ചുറൽ കളർ, ടെക്സ്റ്റേർഡ് കളർ ആൻഡ് വിവോ വിവിഡ് കളർ എന്ന ഈ 3 കളർ സ്റ്റൈൽസ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി ഈ 3ന്റെയും സാമ്പിൾസ് ഞാൻ സൈഡ് ബൈ സൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഫോണിൽ ടെലിഫോട്ടോ ക്യാമറ കൊടുത്തിട്ടില്ല. എന്നാൽ നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് 2x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനുള്ള ഫീച്ചർ തന്നിട്ടുണ്ട്. നല്ല ഫോട്ടോസ് ആണ് തരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും കട്ടൗട്ട് ആണെങ്കിലും ഓക്കെ ആണ്. നോർമലി 8 മെഗാ പിക്സലിന്റെ അൾട്രാവൈഡ് ക്യാമറ ഫോട്ടോസ് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഓക്കെ, എന്നാൽ ഇതിൽ വിവോയുടെ പ്രോസസിംഗ് ഉള്ളതുകൊണ്ട് കണ്ടില്ലേ, നല്ല കളർഫുൾ അൾട്രാവൈഡ് ഫോട്ടോസ് ആണ് തരുന്നത്. യെസ്, ഡീറ്റെയിൽസ് കുറച്ച് കുറവായിരിക്കും, പക്ഷെ നല്ല കളറുള്ള അൾട്രാവൈഡ്
ഒരുപാട് ഫോട്ടോസ് ആണ് വരുന്നത്. ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. കാണാൻ നല്ല രസമുള്ള സെൽഫി ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സെൽഫി ക്യാമറ വെച്ച് ഇതാണ്ടില്ലേ വൈഡ്, നോർമൽ ആൻഡ് ഈവൻ 2x സൂമിലും സെൽഫി ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഇത്രയും പവർഫുൾ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഈ ഫോണിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 4K at 60 വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഈ പവർഫുൾ ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ ഗെയിമിങ്ങിന് വേണ്ടി മാത്രമല്ല, അതിന്റെ എഫക്ട് നമുക്ക് ക്യാമറയിൽ അറിയാൻ പറ്റും. ഓക്കെ, സോ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും രണ്ടും വെച്ച് നിങ്ങൾ വീഡിയോസ് എടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. ഓവറോൾ വ്ളോഗിങ്ങിന് വേണ്ടി, അതായത് സെൽഫി വ്ളോഗിംഗ് ആണെങ്കിലും റിയർ ക്യാമറ വ്ളോഗിംഗ് ആണെങ്കിലും നിങ്ങൾ അങ്ങനെ ഓവറോൾ വ്ളോഗിങ്ങിന് വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ കാണുന്ന ഈ AI ഇറേസ് ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് അനാവശ്യമായ ഓബ്ജക്ട്സ് ഒക്കെ നമ്മുടെ ഫോട്ടോസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ AI ഫോട്ടോ എൻഹാൻസ് ഫീച്ചർ യൂസ് ചെയ്ത് ചെറുതായിട്ട് ബ്ലർ ആയിരിക്കുന്ന ഫോട്ടോസിന്റെ ക്ലാരിറ്റി കൂട്ടാം. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതിന്റെ ബാക്കിലുള്ള ഈ ഒരു ഓറ ലൈറ്റ് ഉപയോഗിച്ച് ഇരുട്ടുള്ള സിറ്റുവേഷൻസിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞാൻ സൈഡ് ബൈ സൈഡ് വിത്തൗട്ട് ആൻഡ് വിത്ത് ഓറ ലൈറ്റ് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേ ഓറ ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു ഫോൺ ഇങ്ങനെ ടേബിളിന്റെ മേളിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഫോൺ കോൾസ് വരുമ്പോഴും നോട്ടിഫിക്കേഷൻസ്, മിസ്ഡ് കോൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ മിന്നിക്കത്തും. സോ വിവോയുടെ സീരീസ് ടിയിൽ നമ്മൾ ഇതുവരെ T3 ലൈറ്റ് കണ്ടു, T3X കണ്ടു, T3 കണ്ടു, T3 Pro കണ്ടു. എന്നാൽ ഈ ഒരു ഫോൺ ഈ പറഞ്ഞ ഫോണുകളുടെ ഒരു ഭീകര രൂപമാണ്, അല്ലെങ്കിൽ ഒരു അൾട്ര രൂപമാണെന്ന് പറയാൻ പറ്റും. ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് ആണ് 31,999 രൂപ. കൂടെ 3000 രൂപയുടെ HDFC ബാങ്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പ്ലസ് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂപ്പണും കൂടെ ഉണ്ട്. ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ Vivo T3 Ultra ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.